സോ ഡിസ്ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഓൾറെഡി പലരും ഈ കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടാവും. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പൊ ഫസ്റ്റ് ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം വാട്ട് ഈസ് ദ ഡെഫിനിഷൻ, അല്ലെങ്കിൽ എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് നമ്മൾ നോക്കാം. ഒരു ഡെഫിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് റെഫേഴ്സ് ടു ദ കൺവേർഷൻ ഓഫ് മണി ഓർ ക്യാഷ് ഇൻ ടു സെക്യൂരിറ്റീസ്, ഡിബെഞ്ചേഴ്സ്, ബോൺസ് ഓർ എനി അതർ ക്ലെയിംസ് ഓൺ മണി. ദാറ്റ് ഈസ് ഫസ്റ്റ് പാർട്ട്. അവിടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഡെഫിനിഷൻ ആണ് കൊടുക്കുന്നത്. സെക്കൻഡ് പാർട്ട് ആണ് ആസ് ഫോളോസ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഇൻവോൾവ്സ് ദ കൺവേർഷൻ ഓഫ് മണി, ക്ലെയിംസ് ഓർ സെക്യൂരിറ്റീസ് ഇൻ ടു മണി ഓർ ക്യാഷ്. സോ രണ്ട് പാർട്ട് ആയിട്ടാണ് അവിടെ കൊടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ഈസ് ആക്ച്വലി ദ എംപ്ലോയ്മെന്റ് ഓഫ് ഫണ്ട്. നമ്മളുടെ ഫണ്ട്, നമ്മളുടെ ക്യാഷ്, ലൈക് ഡിഫറെന്റ് സെക്യൂരിറ്റീസിൽ, ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സിൽ നമ്മളുടെ ക്യാഷ് നമ്മൾ എംപ്ലോയ് ചെയ്യാണ്, നമ്മൾ അവിടെ ഇടുക. സോ വിത്ത് ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് വാട്ട് വി ആർ എക്സ്പെക്ടിങ് ഈസ് ലൈക്ക് എ പോസിറ്റീവ് റിട്ടേൺ. നമ്മുടെ എക്സ്പെക്ടേഷൻ ആണ് ദാറ്റ് ഈസ് ലൈക്ക് ഇൻ ഫ്യൂച്ചർ വി വിൽ ബി ഗെറ്റിംഗ് എൻ എക്സ്ട്രാ റിട്ടേൺ എന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്, ആ ഒരു ഫണ്ട് എംപ്ലോയ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ദ ഓപ്പോസിറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഫണ്ട് ഓൾറെഡി ബിസിനസ്സിൽ ഇട്ടിട്ടുണ്ട്. സോ ദാറ്റ് ഫണ്ട് ഹാവ് ടു ബി ലൈക്ക് വാട്ട് വി ആർ ഡൂയിങ് ഈസ് വി ആർ വിഡ്രോയിങ് ദ ഫണ്ട്. ലൈക്ക് എൻറ്റയർ ആ ഒരു ബിസിനസിന്റെ ആ ഫുൾ എമൗണ്ട്, ആ മണി ക്ലെയിം, ലൈക്ക് സെക്യൂരിറ്റീസ്, ഇപ്പൊ ഷെയർസ് ആണെങ്കിലും ശരി, ഡിബെഞ്ചേഴ്സ് ആണെങ്കിലും ശരി, വാട്ട് എവർ ദ ഇൻവെസ്റ്റ്മെന്റ് വിച്ച് വി ആർ മേക്കിംഗ് ഇൻ ടു എ പെർട്ടിക്കുലർ ബിസിനസ്, ആ ബിസിനസിന്റെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ തിരിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. മെയിൻലി നമ്മൾ ഇവിടെ നമ്മളുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻലി ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്. ഗവൺമെന്റ് ഓർഗനൈസേഷൻസിൽ നിന്നും ഗവൺമെന്റ് ഫണ്ട് പിൻവലിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുകയാണ്, ഗവൺമെന്റ് ഒരു ബിസിനസ് തുടങ്ങുകയാണ്, അവർക്ക് തോന്നുകയാണ് ലൈക്ക് ഐദർ ദേ വിൽ ബി ലിക്വിഡേറ്റിംഗ് ദ അസെറ്റ്, ലൈക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു അസറ്റിനെ അവർ സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സബ്സിഡറിനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒരു ഡിവിഷനെയോ ഒരു ഡിപ്പാർട്ട്മെന്റിനെയോ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പൊ നഷ്ടത്തിലോടുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ it will be very difficult for them to run in the long run. So what they will do, they will be shut down the company by selling off his asset. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നോർമലി ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നാണ് ഇത്തരം പ്രോസസ്സുകളെല്ലാം നടക്കാറ്. നിങ്ങളിപ്പോ ഡെയിലി വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാവും. എസ്പെഷ്യലി ആഫ്റ്റർ മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരുപാട് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സ് നടന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സും പ്രൈവറ്റ് പാർട്ടീസിലേക്ക് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിവേ, സോ ദാറ്റ് ഈസ് ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. സോ നമ്മൾ അടുത്തതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ്, വൈ വി ആർ ഡൂയിങ്, അല്ലെങ്കിൽ വൈ ഗവൺമെന്റ് ഈസ് ഡൂയിങ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ by doing this disinvestment process, what the government is able to do is like they can reduce the financial burden. Actually government എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? ആക്ച്വലി ഈ ഒരു ക്യാഷ് അല്ലെങ്കിൽ ഈ ഒരു ഫണ്ട്, ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വിറ്റൊഴിവാക്കുന്നതിലൂടെ ഗവൺമെന്റ് ക്യാൻ അക്വയർ മോർ ഫണ്ട്. സോ ഈ ഒരു ഫണ്ട് വെച്ചിട്ട് ഗവൺമെന്റിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ ലൈക്ക് ആക്ച്വലി ദേ വിൽ ബി ഗെറ്റിംഗ് ഇനഫ് ഫണ്ട് ഫോർ ഡൂയിങ് ബിസിനസ്. സോ അതിന്റെ ഒരു പോർഷൻ, ഇപ്പൊ ഒരു 100% ഷെയർ ഉള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ വാട്ട് ദേ വിൽ ഡു, 100%ഉം അവര് സെല് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്. എൻറ്റയർ ആയിട്ട് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നോർമലി എന്താണെന്ന് വെച്ചാൽ ഒരു പോർഷൻ മാത്രമാണ്, ലൈക്ക് 10%, 5%, 1%, അങ്ങനെ ഒരു ചെറിയൊരു പോർഷൻ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് പാർട്ടീസിൽ അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് ഇത് കൊടുക്കുന്ന ആ ഒരു സിറ്റുവേഷൻ. സോ ബൈ ദാറ്റ് ദേ വിൽ ബി ഗെറ്റിംഗ് ഫണ്ട്. സോ ഈ ഫണ്ട് ഉപയോഗിച്ച് ഗവൺമെന്റിന് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ ദേ ക്യാൻ റെഡ്യൂസ് ദാറ്റ് ഫിനാൻഷ്യൽ ബർഡൻ. അതുമാത്രമല്ല ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ദ പബ്ലിക് ഫിനാൻസസ്. ലൈക്ക് ഗവൺമെന്റ് തന്നെ ഇതിന്റെ മേജർ ആയിട്ട് വരുന്ന ആ ഒരു ബേസ് കൺസെപ്റ്റ് എല്ലാവരും മനസ്സിലാക്കുക. ഗവൺമെന്റിന് ഫണ്ട് ആവശ്യം വരികയാണ്. ഫണ്ട് എന്തിനൊക്കെയാണ് ആവശ്യം വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഫർദർ ആയിട്ട് ഓരോന്നോരോന്ന് നോക്കാൻ പോകും. സോ ഫണ്ട് ആവശ്യം വരുമ്പോൾ the one way to collect money from public അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു സോഴ്സ് എന്ന് പറയുന്നത്, സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ എനിവേ they will be having a huge amount of fund. സോ ആ ഒരു ഫണ്ടിന്റെ ഒരു certain പോർഷൻ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, അവർ സെൽ ഓഫ് ചെയ്യുകയാണ്. സോ ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ പബ്ലിക് ഫിനാൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ to encourage wider share of ownership. ഓണർഷിപ്പ് ഗവൺമെന്റിന്റെ കയ്യിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റുള്ളവർക്കും കൂടി ഓണർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റ്, എസ്പെഷ്യലി നമ്മൾ ഷെയർസ് ഒക്കെ നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്
all the shareholders are considered to be the owner, right? So ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് even public can also buy the shares of the government. So ആ ഒരു സിറ്റുവേഷനിലും എല്ലാവർക്കും ഓണർഷിപ്പിന്റെ ഒരു പാർട്ടിസിപ്പേഷന് കൂടി ഡിസ്ഇൻവെസ്റ്റ്മെന്റിലൂടെ നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജും ഇത് തന്നെയാണ്, കൂടുതൽ പ്രൈവറ്റ് പാർട്ടീസിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, എനിവേ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടു ഇൻട്രൊഡ്യൂസ് കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ് ഡിസിപ്ലിൻ ആണ് നമ്മൾ പറയുന്നത്. ആക്ച്വലി എങ്ങനെയാണ് ഇവിടെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഡിസിപ്ലിൻ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പോർഷൻ പ്രൈവറ്റ് പാർട്ടീസിലേക്ക് കൂടെ കൊടുക്കുകയാണെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരും, അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിന് കൂടെ കൊടുക്കുന്ന സമയത്ത് again each shareholder will be having what like voting right. So ഗവൺമെന്റിന്റെ കയ്യിൽ മെജോറിറ്റി ഷെയർസ് ഉണ്ടെങ്കിൽ കൂടി പ്രൈവറ്റ് പാർട്ടീസിന് കൂടി അവിടെ ഡിസിഷൻ മേക്കിങ്ങിന് എന്താണ് വോട്ടിംഗ് റൈറ്റിലൂടെ സഹായിക്കും. സോ അവിടെ ഗവൺമെന്റ് ഒരു മോണോപോളി ആയിട്ടൊന്നും നിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നില്ല. സോ ബെറ്റർ ആയിട്ട്, കാരണം മാർക്കറ്റിലെ ഈ ഒരു കമ്പനി മാത്രമല്ല, ഇപ്പൊ എന്തായാലും ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണ്. സോ ഈ ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസിനെ സംബന്ധിച്ചിടത്തോളം ഫർദർ ആയിട്ട് മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു പെർഫോം ബെറ്റർ പെർഫോമൻസ് നടത്തിയാൽ മാത്രമേ ആ കമ്പനികൾക്ക് അവിടെ നിലനിൽപ്പുള്ളൂ. സോ ഈ സെക്ടറിലുള്ള, ഫോർ എക്സാമ്പിൾ ഏതൊരു കമ്പനി എടുത്തു നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു BPCL, ONGC അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എടുത്താലും നഷ്ടത്തിലോടുകയാണെങ്കിൽ വാട്ട് ദ ഗവൺമെന്റ് വിൽ ഡു, ഗവൺമെന്റ് വിൽ ഗോ ഫോർ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ആ ഒരു നഷ്ടം ഒഴിവാക്കാതെ മാർക്കറ്റിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കൂടി കമ്പനികൾക്ക് സാധിച്ചാൽ മാത്രമേ ഗവൺമെന്റ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുള്ളൂ. അതർവൈസ് ദേ വിൽ ഗോ ഫോർ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ടു ഹെൽപ്പ് പബ്ലിക് എന്റർപ്രൈസ് അപ്ഗ്രേഡ് ദെയർ ടെക്നോളജി ടു ബിക്കം കോമ്പറ്റീറ്റീവ്. നേരത്തെ പറഞ്ഞു കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ആണുള്ളത്. സോ കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ അവിടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ദേ ഹാവ് ടു അപ്ഗ്രേഡ് ദെയർ ടെക്നോളജി അപ്ഗ്രേഡേഷന് ദേ നീഡ് ഫണ്ട്. സോ വൺ ഓഫ് ദ സോഴ്സ് ഓഫ് ഫണ്ട് ഈസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. നെക്സ്റ്റ് വൺ ഈസ് ടു റാഷണലൈസ് ആൻഡ് റീറ്റെയിൻ ആണ്, റീട്രെയിൻ അല്ല, രണ്ട് രീതിയിലുണ്ട്. ട്രെയിനിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ റീറ്റെയിൻ ആണ് അവിടെ കൂടുതലായിട്ട് മെയിൻ ആയിട്ട് വരുന്നത്. That is retain their workforce. അവരുടെ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് ഗവൺമെന്റ് സെക്ടറിൽ നമ്മൾ ആദ്യം പറയും ജോലി കിട്ടാൻ, ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരുടെയും സേഫ് ആണ് എന്നുള്ളതാണ്. ബട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല. സി വാട്ട് ഹാപ്പൻ ടു BSNL എംപ്ലോയീസ്. BSNL എംപ്ലോയീസിന് ലൈക്ക് കൂട്ടത്തോടെ രാജിവെക്കുന്ന ഒരു സിറ്റുവേഷൻ, കൂട്ടത്തോടെ റിട്ടയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. ഈവൻ പബ്ലിക് സെക്ടർ എന്റർപ്രൈസിലുള്ള ആളുകൾക്ക് പോലും ഒരു ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി വരികയാണ്, എസ്പെഷ്യലി ഇഫ് ദേ ആർ വർക്കിംഗ് ലൈക്ക് കമ്പനി ഫോം ഓഫ് ബിസിനസ്സിലേക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ. കാരണം എപ്പോഴാണ്, ഏത് നിമിഷമാണ് കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് പോവാന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഫോർ ഇംപ്രൂവ്മെന്റ് ഓഫ് എ കമ്പനി ദേ റിക്വയർ ഫണ്ട്. സോഴ്സ് ഓഫ് ഫണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ വൺ വേ ഓഫ് ഗെറ്റിംഗ് ദ സോഴ്സ് ഈസ് ലൈക്ക് ടു ഗോ ഫോർ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടു ബിൽഡ് കോമ്പിറ്റൻസ്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ദെയർ R&D ഡിപ്പാർട്ട്മെന്റ് ലൈക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് അവിടെ every organization now have R&D department. See R&D ഡിപ്പാർട്ട്മെന്റിൽ മെയിൻ ആയിട്ട് ഹ്യൂജ് ഫണ്ട് ആണ് ആവശ്യം വരുന്നത്. സോ ഈ ഒരു ഫണ്ടിന്റെ വൺ ഓഫ് ദ സോഴ്സ് എന്ന് പറയുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. ദെൻ അനദർ വൺ ഈസ് ലൈക്ക് ഫോർ ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് എക്സ്പാൻഷൻ പ്രോഗ്രാം. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സെക്ടറിൽ മാത്രം, ഒരു ഡിവിഷനിൽ മാത്രം ഒതുങ്ങാതെ മറ്റുള്ള മേഖലകളിൽ കൂടി ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്ന ആ ഒരു രീതി, ആ ഒരു പാറ്റേണിനെയാണ് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഫർദർ ആയിട്ട് ഒരു ബിസിനസ് മറ്റുള്ള മേഖലയിൽ കൂടി പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ റിക്വയർ ഫണ്ട്. സോ ഫോർ ദാറ്റ് ദേ ക്യാൻ ഗോ ഫോർ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. സോ നോർമലി മെയിൻ ആയിട്ട് നമ്മളുടെ ഇതൊരു ബേസിക് ആയിട്ട് വരുന്ന ആ ഒരു കൺസെപ്റ്റ് പറയുന്നതാണ്, ഗവൺമെന്റിന് ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ like they can go for disinvestment. That is like cheapest finance, cheapest source ആണ്. കാരണം വേറെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഗവൺമെന്റിൽ ഉള്ള ഓണർഷിപ്പ് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, വിറ്റ് ഒഴിവാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇതിന് നമുക്ക് ഡിവിഡൻഡോ ഇൻട്രസ്റ്റോ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ കൺട്രോൾ കുറയും എന്നുള്ളത് മാത്രമാണ്. കാരണം ഷെയർസ് വെളിയിലേക്ക് പോകുന്ന സമയത്ത് പുറമേ ഉള്ള ആളുകൾക്ക് കൂടി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വരും. അവർക്ക് കൂടി കൺട്രോൾ കിട്ടുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് ആയിട്ട് ഗവൺമെന്റിന്റെ കയ്യിലുള്ള കൺട്രോൾ ഒന്ന് ഡൈല്യൂട്ട് ആയി പോകും എന്നുള്ളതാണ് ഇതിന് വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. ദെൻ നമ്മൾ അടുത്ത നോക്കുന്ന ഇമ്പോർട്ടൻസ് കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ ഫസ്റ്റ് വൺ ഈസ് ടു ഫിനാൻസ് ദ ഇൻക്രീസിംഗ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. എസ്പെഷ്യലി ബഡ്ജറ്റ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇതുവരെ സർപ്ലസ് ആയ ഒരു സിറ്റുവേഷനേ ഇല്ല.
കാരണം കൂടുതലും നമ്മളുടെ എക്സ്പെൻഡിച്ചർ തന്നെയാണ് കൂടുതലായിട്ട് വരുന്ന റവന്യൂവിനേക്കാളും. സോ ഈ ഒരു എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ ഡെഫിനറ്റ്ലി ഗവൺമെന്റ് ഷുഡ് ഫൈൻഡ് അനദർ സോഴ്സ് ഓഫ് ഫിനാൻസ്. സോ അനദർ ലൈക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഗവൺമെന്റ് ദാറ്റ് ഈസ് വൈ ഇപ്പൊ നമ്മളുടെ ഒരുപാട് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഒക്കെ കൂടുന്ന സമയത്ത് ഗവൺമെന്റ് കാണുന്ന ഒരു സോഴ്സ്, വൺ ഓഫ് ദ മേജർ സോഴ്സ് ഈസ് ലൈക്ക് ദ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. രണ്ടാമത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ഗവൺമെന്റിന് സൈഡിൽ നിന്ന് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫണ്ട് വേണ്ടി വരുന്ന അവര് നോർമലി പബ്ലിക് കമ്പനീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസിന്റെ തന്നെയാണ് കൊടുക്കാറ്. ഇപ്പൊ LNT പോലെ, അതുപോലെ തന്നെ മറ്റുള്ള പ്രൈവറ്റ് പാർട്ടീസിന് അല്ലെങ്കിൽ പ്രൈവറ്റ് ഗവൺമെന്റിനെ അല്ലാതെ പ്രൈവറ്റ് സെക്ടറിലുള്ള ആളുകൾക്കാണ് നോർമലി പ്രൊജക്ടുകളൊക്കെ കൊടുക്കാറ്. ബട്ട് സം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഹാവ് ടു ബി ഇനിഷ്യേറ്റഡ് ഫ്രം ദ ഗവൺമെന്റ് സൈഡ്. സോ അതിന് വേണ്ടിയിട്ട് ഹ്യൂജ് എമൗണ്ട് വേണ്ടി വരും. സോ അതിന് വേണ്ടിയിട്ടും ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാറുണ്ട്. Then next for investing in the economy to encourage spending. See, എക്കോണമിയിൽ സ്പെൻഡിങ് സ്പെൻഡിങ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കൺസംഷൻ ഇല്ലെങ്കിൽ ആക്ച്വലി വാട്ട് ഹാപ്പൻസ് ടു ദി എക്കോണമി നമ്മൾ ഇപ്പോഴൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ആളുകൾ പണം ചെലവഴിക്കാൻ മടിക്കുന്ന ഒരു സിറ്റുവേഷൻ. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്പെൻഡിങ് കുറവാണെന്നുണ്ടെങ്കിൽ എല്ലാ കമ്പനി ഈ സ്പെൻഡിങ് ചെയ്യുന്നത് നമ്മൾ എന്തിനാണ് സ്പെൻഡ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു ബൈ സംതിങ് ഫ്രം ദി മാർക്കറ്റ്, റൈറ്റ്? സോ ഈ മാർക്കറ്റിൽ ഈ ബിസിനസ്സുകാരൊക്കെ കുറെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിറ്റ് പോയിട്ടില്ലെങ്കിൽ വാട്ട് ഹാപ്പൻ ടു ദി എക്കോണമി? എക്കോണമിയുടെ GDP തന്നെ താഴോട്ട് പോകാനുള്ള സാധ്യതകൾ വരുന്നുണ്ട്. സോ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി കൺസംഷൻ കൂട്ടുക എന്നുള്ളത് വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഗവൺമെന്റ്. എല്ലാവരുടെയും ഏത് ഗവൺമെന്റ് ഏത് എക്കോണമി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും കൺസ്യൂമർ സ്പെൻഡിങ് കൂടിയാൽ മാത്രമേ ഈ പറയുന്ന ബിസിനസ്സുകൾക്കെല്ലാം വളർച്ച ഉണ്ടാവുള്ളൂ. ഓട്ടോമാറ്റിക്കലി ബിസിനസ്സുകൾ വളർന്നാൽ മാത്രമേ നമ്മുടെ എക്കോണമി തന്നെ വളരുള്ളൂ എന്നുള്ളതാണ്. Then next one, to meet the government debt. ഗവൺമെന്റിന്റെ ഡെറ്റ് എന്ന് പറയുന്നത്, കാരണം നമുക്ക് തന്നെ ഇനീഷ്യലി ഓരോ വ്യക്തികൾക്ക് എടുക്കുകയാണെങ്കിലും ഗവൺമെന്റ് ഇത്രത്തോളം കടമുണ്ട്. എസ്പെഷ്യലി നമ്മള് വേൾഡ് ബാങ്കിൽ നിന്നും IMF-ൽ നിന്നും മറ്റുള്ള ബാങ്കുകളിൽ നിന്നൊക്കെ കടം എടുത്തിട്ടുണ്ട്. സോ ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ കടങ്ങളെല്ലാം തിരിച്ചടയ്ക്കേണ്ട സിറ്റുവേഷൻ വരും. എസ്പെഷ്യലി IMF എന്നൊക്കെ SDR ബാസ്ക്കറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ടൊക്കെ വേണ്ടി വരുന്ന സമയത്ത് ഗവൺമെന്റ് എടുക്കുന്ന ഒരു വഴിയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ റീസെന്റ് എന്ന് പറഞ്ഞാൽ ഒരു 2-3 മാസം മുമ്പുള്ള സിറ്റുവേഷൻ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. RBIയുടെ ഉള്ള ഫോറിൻ റിസർവ് വരെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വരെ വിറ്റ് ഒഴിവാക്കേണ്ട സിറ്റുവേഷൻ ഗവൺമെന്റിന് വന്നിട്ടുണ്ട്. സോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫണ്ട് വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കുറെ സോഷ്യൽ പ്രോഗ്രാംസ് ഉണ്ടാവും ഹെൽത്തിന് വേണ്ടി, എഡ്യൂക്കേഷന് വേണ്ടി. എസ്പെഷ്യലി നൗ കോവിഡിന്റെ സിറ്റുവേഷനിൽ പല പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ പാക്കേജുകളൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഫണ്ട് വേണം എന്ന്, കൂടുതലായിട്ടുള്ള ഒരു ഫണ്ട് വേണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഗവൺമെന്റ് വിൽ ഗോ ഫോർ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഫിനാൻസ്. നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. നമ്മൾ അടുത്ത ഒരു ടോപ്പിക് അല്ലെങ്കിൽ അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് അനാലിസിസ് ആണ്. സോ ഡിഫറെന്റ് ഇൻട്രസ്റ്റ് റേറ്റുകൾ ബാങ്കുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചാർജ് ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ ഇത് എനിക്ക് ഫർദർ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്നതാണ്, ഇത് മുമ്പും പഠിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും സിലബസിലുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. ഇൻട്രസ്റ്റ് റേറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന ആ ഒരു എക്സ്ട്രാ ഇൻകം, പ്രിൻസിപ്പളിന്റെ കൂടെ ഒരു എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നതാണ്. നമ്മൾ കുറച്ചു കാലത്തേക്ക് അവർക്ക് ഫണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചാർജ് ചെയ്യുന്ന ആ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട്, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതിന് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വി വിൽ കോൾ ഇറ്റ് ആസ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നാണ് പറയുന്നത്. നോർമലി 2 ടൈപ്പാണ് എപ്പോഴും നമ്മൾ പറയുന്ന സമയത്ത് പറയാറ്. സോ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് വരുന്ന സമയത്ത് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റും റിയൽ ഇൻട്രസ്റ്റ് റേറ്റുമാണ് 2ആയിട്ട് നമ്മൾ എപ്പോഴും പറയാറ്. നോർമലി നമ്മൾ കേൾക്കുന്ന ആ ഒരു റേറ്റ്, സാധാരണ രീതിയിൽ നമ്മൾക്ക് ചാർജ് ചെയ്യുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. നമ്മൾ കോൺട്രാക്ട്, നമ്മളിപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, ഇപ്പോൾ ഒരു ലോൺ എടുക്കുകയാണ്. ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കേണ്ട റേറ്റ് എന്ന് പറയുന്നത് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. പക്ഷേ നമ്മളൊരു ലോണിന്റെ കേസ് അല്ലാതെ നമ്മളൊരു ഡെപ്പോസിറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എപ്പോഴും റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കൂടുതലും കൺസിഡർ ചെയ്യേണ്ടത്. സോ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഒരു ഇൻഫ്ലേഷൻ ഫാക്ടർ കൂടെ കൺസിഡർ ചെയ്യണം. സോ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യാണ്. നമ്മുടെ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 10% ആണെന്ന് വിചാരിക്കാം.
10% ആണ് നമ്മളുടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വിചാരിക്കുക, നോമിനൽ ഇൻട്രസ്റ്റ്. സോ 100 രൂപ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്യാണ്, ഒരുപാട് കോംപ്ലിക്കേറ്റഡിലേക്കൊന്നും പോകുന്നില്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒന്നും എടുക്കുന്നില്ല. സോ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മൾ പറയുന്ന സമയത്ത് 100 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, 10% ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ 1 ഇയർ നമുക്ക് എത്രയാണ് കിട്ടുക? 10 റുപ്പീസ് ആണ് അല്ലെ. 100 റുപ്പീസിന്റെ 10% എന്ന് പറയുന്നത് 10 റുപ്പീസ് ആയിരിക്കും നമ്മൾക്ക് കിട്ടുക. സോ പ്രിൻസിപ്പിളും നമ്മൾ ഇൻട്രസ്റ്റ് എമൗണ്ടും കൂടി നമ്മൾ കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 110 ആണ് നമുക്ക് വരിക. പക്ഷേ വി ഹാവ് ടു കൺസിഡർ എ ഫാക്ടർ കോൾഡ് ടൈം വാല്യൂ ഓഫ് മണി. നമ്മൾക്ക് ഇന്ന് ഒരു 10 രൂപ കിട്ടുന്നതും ഒരു വർഷം കഴിഞ്ഞ് 10 രൂപ കിട്ടുന്നതും ഒരേ വാല്യൂ അല്ല. നമ്മൾ എമൗണ്ട് സെയിം ആണെങ്കിലും വാല്യൂ വിൽ ബി ഡിഫറെന്റ്, റൈറ്റ്? സോ വി ഹാവ് ടു കൺസിഡർ എ ഫാക്ടർ ലൈക്ക് ഇൻഫ്ലേഷൻ റേറ്റ് കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾക്ക് ആക്ച്വൽ എത്രയാണ് നമ്മൾക്ക് റിട്ടേൺ. ഇപ്പൊ 10 രൂപ എന്ന് പറയുന്ന റിട്ടേൺ നമുക്ക് കിട്ടുകയാണ് എമൗണ്ടിൽ പറയുകയാണെങ്കിൽ. ഈ 10 രൂപ തന്നെയാണോ നമ്മൾക്ക് ആക്ച്വലി കിട്ടുന്നത്? ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്ന ഒരു 4% ആണെന്ന് വിചാരിക്കാം. സോ ആക്ച്വലി അല്ലെങ്കിൽ ഒരു 7% ആണ് നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് വിചാരിക്കുക. ആഫ്റ്റർ ലൈക്ക് ആക്ച്വലി നമ്മൾക്ക് ഒരു 10% കിട്ടുകയാണ് എന്ന് പറഞ്ഞാലും വി ഹാവ് ടു കൺസിഡർ ദാറ്റ് ഇൻഫ്ലേഷൻ ഫാക്ടർ. 10% എന്ന് പറയുന്ന നോമിനൽ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് ആയിട്ടുള്ള 7% മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു 3% ആയിരിക്കും നമ്മളുടെ ആക്ച്വലി റിയൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇന്ന് കിട്ടുന്ന ആ ഒരു 10 രൂപ എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന 3 രൂപയും ഏകദേശം സെയിം ആണ്. നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലുള്ള ആളുകളൊക്കെ പറയാറുണ്ട് അല്ലേ, കുറച്ച് എമൗണ്ട് മാത്രം മതിയായിരുന്നു നമുക്ക് വീട്ടിൽ ചിലവൊക്കെ കഴിഞ്ഞു പോകാൻ. ഒരു 5000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ 1000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ എൻ്റെ ഒരു മാസത്തെ ചിലവുകളൊക്കെ കഴിഞ്ഞു പോകും. ഇപ്പൊ 20,000 ഉണ്ടായിട്ടും കാര്യമില്ല, 30,000 ഉണ്ടായിട്ടും കാര്യമില്ല. അതെല്ലാം ആ ഒരു എമൗണ്ട്. കാരണം എന്താ വെച്ചാൽ സാധനങ്ങളുടെ വില കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ എന്തായാലും വർഷങ്ങൾ കഴിയും തോറും ഉണ്ടാവും. സോ വെനെവർ യു ആർ ഇൻവെസ്റ്റിംഗ് മണി ഓർ എംപ്ലോയിങ് ഫണ്ട് in any of the security, you have to consider the real interest rate also. Real interest rate എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ റേറ്റ് കൂടെ കൺസിഡർ ചെയ്തിട്ട് എടുക്കുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 100 രൂപയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 120 രൂപ കൂടി അടയ്ക്കുകയാണെങ്കിൽ 20 രൂപ, ദാറ്റ് ഈസ് ലൈക്ക് അറൌണ്ട് 20% ആണ് നമുക്ക് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ്. ബട്ട് നമ്മൾ റിയൽ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് ഒരു 15% കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 20 - 15 5% ആണ് നമ്മുടെ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ദി റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്. നൗ നമ്മൾ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ലോൺ കൊടുക്കുകയാണ്. ലോൺ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുകയാണ്. നമ്മൾ ഇൻ ദ സെൻസ് ലൈക്ക് ഇവിടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ബാങ്ക് ക്രെഡിറ്റ് കൊടുക്കുന്ന സമയത്ത് ലൈക്ക് വാട്ട് ആർ ദ ഫാക്ടേഴ്സ്, ലൈക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് they have to decide while deciding about the nominal interest rate. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫറിംഗ് ദ ക്രെഡിറ്റ്. ആരാണോ ഈ ക്രെഡിറ്റ് ഓഫർ ചെയ്യുന്നത്? ഇപ്പോൾ ലോൺ ആണെന്നുണ്ടെങ്കിൽ ഏത് ബാങ്കാണ് ഈ ലോണ് കൊടുക്കുന്നത്? ഫോർ എക്സാമ്പിൾ SBI എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ട് ഒരു ബാങ്ക്. Then next one, organization receiving the loan which can be more or less trustworthy എന്നുള്ളതാണ്. രണ്ടാമത്തത് ആർക്കാണ് ലോൺ കൊടുക്കുന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ ഓർഗനൈസേഷൻ ആവാം, അല്ലെങ്കിൽ അവിടെ വ്യക്തികളാവാം, ഇൻഡിവിജ്വൽ ആവാം. സോ അവിടെ ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ ആർക്കാണ് ലോൺ കൊടുക്കുന്നത്? ഫസ്റ്റ് വൺ, ആരാണ് ലോൺ കൊടുക്കുന്നത്? രണ്ടാമത്തത്, ആർക്കാണ് ലോൺ കൊടുക്കുന്നത്? മൂന്നാമത്തത്, എന്തിനു വേണ്ടിയിട്ടാണ് ലോൺ കൊടുക്കുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ്? ദ ഫണ്ട്സ് യൂസ് ആൻഡ് എയിം ഓഫ് ദ ഫിനാൻസ്ഡ് പ്ലാൻ. നമ്മൾ ഈ കൊടുക്കുന്ന ലോണിന്റെ പർപ്പസ് എന്താണ്? കൺസംഷന് വേണ്ടിയിട്ടാണോ, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണോ, വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണോ? ഇങ്ങനെ ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നാലാമത്തത്, അതിന്റെ ടൈം പീരീഡ് ആണ്, ടേം ആണ് പറയുന്നത്. ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ നാലും കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക. നാല് മാത്രമല്ല, പിന്നെയും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഈ നാലെണ്ണമാണ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത്. അതിന്റെ കൂടെ തന്നെ വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടെ പറയാം. ദെൻ എക്സ് ആൻറ്റി ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ കോൺട്രാക്ട്. ആക്ച്വലി ഇവിടെ പറയുന്നത് നമ്മുടെ എക്സ്പെക്ടേഷൻ ആണ് ഫ്യൂച്ചറിൽ, അല്ലെ? എക്സ് ആൻറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ എന്നാണ് പറയുന്നത്. നടക്കാൻ പോകുന്നതിനെ കുറിച്ച് നമ്മൾ ഇപ്പൊ തന്നെ എക്സ്പെക്ട് ചെയ്യാണ്. സോ ഇപ്പൊ നമുക്ക് നോർമലി കണ്ടുവരുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു റേറ്റ് ആണ്. സോ അത് ഡിസൈഡ് ചെയ്യുന്നത് പല എക്സ്പെക്ടേഷനാണ്. ആ കോൺട്രാക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേണിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ബിസിനസ് സൈക്കിളിന്റെ അടിസ്ഥാനത്തിലെല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റം വരുത്താറുണ്ട്.
ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലൈക്ക് അബൌട്ട് ദ ഫ്രീക്വൻസി ആണ്. എങ്ങനെയാണ് EMI വഴിയാണോ, അല്ലെങ്കിൽ മന്ത്ലി ആണോ, വീക്ക്ലി ആണോ, അല്ലെങ്കിൽ ക്വാർട്ടർലി ആണോ നമ്മൾ റീഇംബേഴ്സ് ചെയ്യുന്നത്, ആ ഒരു റിട്ടേണിന്റെ കാലാവധി എങ്ങനെയാണ്. നോർമലി നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് EMI മാസം തന്നെയാണ് നമ്മൾ ചെയ്യാറ്. ദെൻ വെൻ ദർ ഈസ് ലൈക്ക് വെർ ദർ ഈസ് എനി കൊളാട്രൽ, എന്തെങ്കിലും സെക്യൂരിറ്റി ബാക്കപ്പ് ഉണ്ടോ നമ്മൾ ഈ ലോൺ കൊടുക്കുമ്പോൾ, എന്തെങ്കിലും ഗ്യാരണ്ടി ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ദ പ്രസൻസ് ഓർ ദ ആബ്സെൻസ് ഓഫ് മാർക്കറ്റ് ഫോർ കൺവേർട്ടിംഗ് ലോൺ കണ്ടീഷൻ ആൻഡ് ഫോർ ചേഞ്ചിങ് ദ പാർട്ടീസ് ഇൻവോൾവ് ഇൻ ദി കോൺട്രാക്ട്. അവിടെ നോക്കേണ്ടത് ഫ്ലെക്സിബിലിറ്റി ആണ് നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടത്. കാരണം അവൈലബിലിറ്റി ഓഫ് ദ മാർക്കറ്റ്, ഇപ്പോൾ ബില്ല് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്യുകയാണെങ്കിൽ റീഡിസ്കൗണ്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി അവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ഈ ലോണ് തന്നെ ഒരു ഇപ്പോൾ നമ്മളൊരു ഡിബെഞ്ചറൊക്കെ എടുക്കുകയാണെന്ന് വിചാരിക്കും, വെദർ ഇറ്റ് ഈസ് എ കൺവേർട്ടബിൾ ഡിബെഞ്ചർ ഓർ വാട്ട്. സോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സിറ്റുവേഷൻ മാർക്കറ്റിന്റെ ഒരു എത്രത്തോളം എഫിഷ്യന്റ് ആണ് എന്നുള്ളതാണ്. ചിലപ്പോൾ നല്ലൊരു ആക്റ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇനാക്റ്റീവ് ആയിട്ടുള്ള മാർക്കറ്റും ആയിരിക്കും. ചില പ്രൊഡക്റ്റ് ഒന്നും നമ്മളുടെ ഇന്ത്യൻ സിറ്റുവേഷനിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോഴും പോപ്പുലർ അല്ലാത്ത സിറ്റുവേഷനൊക്കെ വരാം. അപ്പോൾ ട്രഷറി ബിൽ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഇപ്പോഴും നമ്മൾ പോപ്പുലർ, അതായത് ട്രഷറി ബില്ലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലും വൈൽ കമ്പയർഡ് വിത്ത് ദ ഡെവലപ്ഡ് എക്കോണമീസ്, ഇപ്പോൾ US പോലെയുള്ള ഒരു മാർക്കറ്റുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോഴും അത്ര പോപ്പുലർ അല്ലാത്ത ഒരു മാർക്കറ്റാണ് ട്രഷറി ബിൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫാക്ടറിങ് ഈസ് വൺ ഓഫ് ദ അനദർ സർവീസ്. ലൈക്ക് ഫാക്ടറിങ്ങും ഇപ്പോൾ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നില്ല ഇന്ത്യൻ സിറ്റുവേഷനിൽ, എമർജിങ് ആണ് ഇപ്പോൾ. ഹൗ ബാങ്ക് ഫിനാൻസസ് ഇറ്റ്സ് ക്രെഡിറ്റ്, ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് ടോപ്പിക്. സോ എവിടെ നിന്നാണ് ഫണ്ട്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, ഇതൊരു ടോപ്പിക് ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. എവിടെ നിന്നാണ് ബാങ്കുകൾ ഫണ്ട് കിട്ടുന്നത്? ഇപ്പോൾ ലോൺ കൊടുക്കാൻ ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കാൻ, ലൈക്ക് ഫ്രം വേർ ദേ വിൽ ബി ഗെറ്റിംഗ് മണി, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫണ്ട് അല്ലെ. ഫസ്റ്റ് വൺ ഈസ് ഫ്രം ദ ഡെപ്പോസിറ്റ്, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫണ്ട്, അല്ലെങ്കിൽ അവർ തന്നെ പല ഒബ്ലിഗേഷൻസും ക്രിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ബാങ്കുകൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പല സെക്യൂരിറ്റീസും ഇഷ്യൂ ചെയ്യുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. ദാറ്റ് ഈസ് വൺ വേ. അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതാണ് രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ. തേർഡ് വൺ ലൈക്ക് മറ്റുള്ള ബാങ്കുകൾ, ഇന്റർ ബാങ്ക് ലോൺസുകളൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഫോർത്ത് വൺ സെൻട്രൽ ബാങ്കിൽ നിന്നും നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ബോറോ മണി ഫ്രം ദി സെൻട്രൽ ബാങ്ക്. സോ ഇങ്ങനെ മെയിൻ ആയിട്ട് ഈ 4 ടൈപ്പിൽ നിന്നായിരിക്കും ബാങ്കുകൾ ഫിനാൻസ് ചെയ്യാറ്, നമുക്ക് ബാങ്കുകൾ ലോൺ കൊടുക്കുന്ന ആ ഒരു സിറ്റുവേഷൻ. ഓക്കെ, നമ്മളുടെ ഇൻക്രീസ്, അതായത് നമ്മൾ ബാങ്ക് റേറ്റ് തീരുമാനിക്കുന്ന കുറേ ഘടകങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നൗ ഈ ബാങ്ക് റേറ്റ് കൂടാനുള്ള സിറ്റുവേഷൻ എന്താണ്? ഇപ്പോൾ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ലോൺ കൂടാം, അല്ലെങ്കിൽ ലോണിന്റെ എമൗണ്ട് കുറയാം. ഈ 2 സിറ്റുവേഷനും ഉണ്ടാവാറുണ്ട്. സോ ബാങ്ക് റേറ്റ് കൂടാനുള്ള സിറ്റുവേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ലൈക്ക് ആന്റി ഇൻഫ്ലേഷണറി പോളിസി ഓഫ് ദ സെൻട്രൽ ബാങ്ക്. സോ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇൻഫ്ലേഷൻ കൂടുകയാണ്, എക്കോണമിയിൽ ഇൻഫ്ലേഷൻ കൂടുന്ന സിറ്റുവേഷൻ ആണ്, മണി സപ്ലൈ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ what the government will do, especially on behalf of the government, RBI will impose a high interest rate, right? എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യുമ്പോൾ ആളുകൾ ലോൺ എടുക്കുന്നത് കുറയും. ലോൺ എടുക്കുന്നത് കുറയുന്നത് കൊണ്ട് മാർക്കറ്റിലുള്ള എക്കോണമിയിലെ മണി സപ്ലൈ കുറയാനുള്ള സാധ്യതയുണ്ട്. മണി സപ്ലൈ കുറയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഫസ്റ്റ് വൺ. നമ്മുടെ ടോപ്പിക് തന്നെ എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ടാമത്തത്, a policy by the central bank aim to revaluating the currency or defending it from devaluation. നമ്മളുടെ കറൻസി ഒരു ഡിപ്രിസിയേഷനിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഡിവാല്യൂ ചെയ്യുകയാണ്, കറൻസിയുടെ വാല്യൂ കുറയുന്ന സിറ്റുവേഷൻ. എഗെയിൻ എപ്പോഴാണ് ഈ കറൻസി ഈ വാല്യൂ എല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത്? ആദ്യം ഈ എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ ഡിറ്റർമിൻ, ഇപ്പൊ ഏകദേശമുള്ള എല്ലാ പ്രൈസും ഡിറ്റർമിൻ ചെയ്യുന്ന ഓൺ ദ ബേസിസ് ഓഫ് ദ മാർക്കറ്റ് ഫോഴ്സസ്, ദാറ്റ് ഈസ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. സോ കറൻസി വാല്യൂ കുറയുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എഗെയിൻ നമ്മളുടെ എക്സസ് സപ്ലൈ ആണ് വരുന്നത്. അപ്പൊ ആ സപ്ലൈ കുറയ്ക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യാറുണ്ട്? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാറുണ്ട്. ദെൻ തേർഡ് വൺ ഈസ് ടു the attempt of the treasurer, that is the government itself, of covering public deficit by issuing more bond in an unwilling market. See, government open market operations എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ RBI യുടെ ഫങ്ഷൻസ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. സോ അവിടെ എന്താണ് ചെയ്യാന്ന് വെച്ചാൽ ബാങ്കുകൾ, എസ്പെഷ്യലി ഗവൺമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ടുള്ള പബ്ലിക് ഡെഫിസിറ്റ് ഇഷ്യൂ, കൂടുതൽ സെക്യൂരിറ്റീസ് ബോണ്ടുകളെല്ലാം നമ്മൾ മാർക്കറ്റിലേക്ക് ഇഷ്യൂ ചെയ്യും, കൂടുതലായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. സോ കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യും.
ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്ത് എഗെയിൻ നമ്മളുടെ ഫണ്ട് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ആസ് എ കോമൺ മാൻ നമ്മൾ ഇൻഡിവിജ്വലി എടുക്കുകയാണെങ്കിൽ എന്റെ കയ്യിലുള്ള ക്യാഷ് ഞാൻ ബാങ്കിൽ കൊടുക്കുക. സോ ബാങ്കിൽ കൊടുക്കുമ്പോൾ എന്റെ കയ്യിലുള്ള ക്യാഷ് ബാങ്കിലേക്ക് പോവാണ്. സോ എക്കോണമിയിലുള്ള ഫണ്ട്, എക്കോണമിയിലുള്ള മണി എന്ന് സപ്ലൈ എന്ന് പറയുന്നത് ബാങ്കുകളിലേക്ക് തിരിച്ചെത്തുകയാണ്. എഗെയിൻ എക്കോണമിയിൽ ഫണ്ട് കുറയും, മണി സപ്ലൈ കുറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കാണാം. Then next one, an attempt of bank of widening their margins, possibly as a reaction to losses. എസ്പെഷ്യലി നമ്മൾ ഈ NPA പറയുന്ന സമയത്ത് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ബാങ്കിന്റെ മെയിൻ ആയിട്ടുള്ള ലോസ് എന്താണ്, നമ്മൾ ലോൺ കൊടുക്കുന്ന സമയത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ തന്നെയാണ് ബാങ്കിന് വരുന്ന ഒരു നഷ്ടം ഉണ്ടാവുന്നത്. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് സിറ്റുവേഷൻ വാട്ട് ദ ബാങ്ക് വിൽ ഡു ഈസ്, ഇനീഷ്യലി ബാങ്ക് എന്ത് ചെയ്യും, ഒരു ഹൈ മാർജിൻ ചാർജ് ചെയ്യും. മാർജിൻ എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാനൊരു ഗോൾഡ് കൊടുക്കണം, ഗോൾഡിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആസ് എ കൊളാട്രൽ ഗോൾഡിന്റെ വാല്യൂ ഒരു 10,000 റുപ്പീസ് ആണ് വിചാരിക്കാം, എക്സാമ്പിൾ ആണ് കേട്ടോ. സോ 10,000 റുപ്പീസ് ആണെങ്കിൽ വെദർ ലൈക്ക് ഞാൻ ഒരു കൊളാട്രൽ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് എനിക്ക് 10,000 റുപ്പീസും തന്നെ ലോൺ ആയിട്ട് കിട്ടാറില്ല. ദേ വിൽ ചാർജ് എ മാർജിൻ എമൗണ്ട്, റൈറ്റ്? സോ ആ ഒരു മാർജിൻ എത്രയാണ് എന്ന് നമ്മൾ നോക്കും. ഇവിടെ ഒരു സിറ്റുവേഷൻ നമുക്ക് പേടിയാണ്, ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു കിട്ടാൻ വഴിയില്ല എന്നൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ വാട്ട് ദ ബാങ്ക് വിൽ ഡു, ബാങ്ക് വിൽ ചാർജ് എ ഹൈ മാർജിൻ എന്നുള്ളതാണ് അടുത്തൊരു സിറ്റുവേഷൻ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ആൻഡ് ഇൻക്രീസ് ഇൻ ദ അതർ ഇൻട്രസ്റ്റ് റേറ്റ്. അതർ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്, സോ സപ്പോസ് യുനോ ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ നമ്മളിപ്പോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണം നമ്മളൊരു കോമൺ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു റേറ്റ് ആണ് ലിബോർ എന്ന് പറയും, LIBOR, ലണ്ടൻ ഇന്റർ ബാങ്ക് ഓഫേർഡ് റേറ്റ്. അല്ലെങ്കിൽ യൂറോന്റെ IBOR, ഇന്റർ ബാങ്ക് ഓഫേർഡ് റേറ്റ് ഉണ്ട്, EUR IBOR. അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ സിറ്റുവേഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മിബോർ എന്നാണ് പറയാ, മുംബൈ ഇന്റർ ബാങ്ക് ഓഫേർഡ് റേറ്റ് എന്നാണ് പറയാം. ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞത് മാത്രം. സോ മറ്റുള്ള ഇൻട്രസ്റ്റ് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഈവൻ ട്രഷറി ബില്ലിന്റെ റേറ്റ്, ഇപ്പൊ US-ലുള്ള ഫെഡറൽ റിസർവ് ഇറക്കുന്ന ട്രഷറി ബില്ലിന്റെ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ പോലും നമ്മളുടെ ബാങ്കുകളിൽ ഇവിടെ എന്ത് ചെയ്യാറുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട്. സോ ദീസ് ആർ ഓൾ ദ ഫാക്ടേഴ്സ് which will cause to increase the interest rate. ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കിയത്. ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആണ് എന്ത്, ഡിഗ്രീസ് ചെയ്യാനുള്ള കാരണം. നമ്മളിപ്പോ ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സിറ്റുവേഷനും വരാറുണ്ട് അല്ലെ. അപ്പൊ അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലൈക്ക് സെൻട്രൽ ബാങ്ക് ഒരു എക്സ്പാൻഷനറി പോളിസി കൊണ്ടുവരികയാണ്, എക്കോണമിയെ തന്നെ മൊത്തത്തിൽ ഒരു എക്സ്പാൻഷൻ കൊണ്ടുവരണം, ഒരു ഗ്രോത്ത് കൊണ്ടുവരണം, ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ആളുകൾ കൂടുതലായിട്ട് ലോൺ എടുക്കും. കൂടുതലായിട്ട് ലോൺ എടുക്കുന്ന എന്തിനാണ്, ബിസിനസ് ചെയ്യാൻ. സോ ബിസിനസ് ചെയ്യാൻ അവിടെ കൂടുതലായിട്ട് ഫണ്ട് നമുക്ക് കിട്ടുമ്പോൾ കൂടുതലായിട്ട് ബിസിനസ്സും പ്രൊഡക്ഷനും എല്ലാം നടക്കും. സോ ഓട്ടോമാറ്റിക്കലി ബിസിനസ്സുകാർക്ക് ഫണ്ട് കൂടുതലായിട്ട് അവൈലബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയലിസ്റ്റ് അല്ലെങ്കിൽ കമ്പനികളോ ട്രേഡ് യൂണിയൻസ് അവർ തന്നെ ഒരു പ്രഷർ ചെലുത്തും ബാങ്കുകളിൽ. അതായത് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഇത്ര കൂടുതലാണ്, സോ കൂടുതലാവുന്ന സിറ്റുവേഷൻ ഇത്രയും നമുക്ക് താങ്ങാൻ പറ്റില്ല. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു ഹാവ് ടു റെഡ്യൂസ് ഓർ ദ ഡിക്രീസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയാറുണ്ട്. തേർഡ് വൺ ഈസ് ഒരു മോണിറ്ററി പോളിസി കുറച്ചുകൂടെ ലിബറൽ ആവുകയാണ്, എസ്പെഷ്യലി ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ഒന്നൊരു എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മാർക്കറ്റിനെ ഒന്നുകൂടെ ലിബറൽ ആക്കുന്ന ഒരു സിറ്റുവേഷൻ, എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാറുണ്ട്. ദെൻ ഇൻഫ്ലേഷൻ സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാറുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇൻഫ്ലേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാറുണ്ട്. അതേസമയം ഇൻഫ്ലേഷൻ എല്ലാം നോർമൽ ആയി വലിയ കുഴപ്പമില്ല, മണി സപ്ലൈ ഒക്കെ കൺട്രോളിലാണ്, ഇൻടാക്ട് ആണെങ്കിൽ ദെൻ ദ RBI വിൽ ഗോ ഫോർ എ ഡിക്രീസ്ഡ് എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് വൺ, നമ്മൾ എക്സ്ചേഞ്ച് റേറ്റിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ പോവുകയാണ്. നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴും നമുക്ക് റിലാക്സേഷൻ ചെയ്യാം, കാരണം കറൻസി ഡിപ്രിസിയേഷൻ ഒന്നും ഒരു പ്രശ്നമായിട്ട് വരുന്നില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പറ്റും. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ, ആക്ച്വലി നമ്മൾ ഗ്രോത്ത് റേറ്റും ഇൻട്രസ്റ്റ് റേറ്റും ഒരു രണ്ട് രീതിയിൽ നിൽക്കുന്ന ഒരു ഐറ്റമാണ്. ഇപ്പൊ GDP നമ്മൾ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ പറയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആളുകൾ കൂടുതലായിട്ട് ലോൺ എടുക്കാനുള്ള സാധ്യതകളുണ്ട്, പ്രൊഡക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടും. അങ്ങനെ കൂടുന്ന സമയത്താണ് നമ്മളുടെ എന്ത് കൂടുക, GDPയും കൂടുക അല്ലെ. നമ്മൾ പ്രൊഡക്ഷൻ ഒക്കെ കൂടുന്നു, അതുപോലെ തന്നെ ബിസിനസ് എല്ലാം വർദ്ധിക്കുന്ന ഒരു സമയത്ത് ഗ്രോത്ത് റേറ്റും കൂടുന്നു. സോ ഗവൺമെന്റ് അല്ലെങ്കിൽ ബാങ്കുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതലായിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എക്കോണമിയിൽ പ്രൊഡക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുന്ന സമയത്ത് എക്കോണമിക്ക് തന്നെ അതൊരു ഗ്രോത്ത് ആണ്. അതേസമയം കൂടുതലായിട്ട് ഫണ്ട് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത്, എക്കോണമിയിലേക്ക് വരുന്ന സമയത്ത് മണി സപ്ലൈ കൂടും. മണി സപ്ലൈ കൂടിയാൽ എന്താണ് ഉണ്ടാവുക, ഇൻഫ്ലേഷൻ കൂടും. സോ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സാധനവും
ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററും, ഇത് രണ്ടും കോൺട്രഡിക്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നതാണ്. സോ മോണിറ്ററി പോളിസി ഡിസൈഡ് ചെയ്യുന്നു, ബാങ്കുകൾ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് പോളിസി ഫ്രെയിംവർക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇത് രണ്ടിനെയും ഒരു ട്രേഡ് ഓഫ് എടുക്കാൻ വേണ്ടി ഗവൺമെന്റ് എപ്പോഴും ശ്രമിക്കണം. കാരണം കൂടുതലായിട്ട് നമ്മൾ ലിബറൽ ആക്കുന്ന സമയത്ത് ഇൻഫ്ലേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. അതേസമയം നമ്മളെ ഇൻട്രസ്റ്റ് റേറ്റ് ഒരുപാട് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോത്ത് റേറ്റിനെ അഫക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. സോ ഇത് രണ്ടിനെയും ഒരു ട്രേഡ് ഓഫ്, ഒരു ബാലൻസ് ചെയ്തിട്ടായിരിക്കണം എപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസൈഡ് ചെയ്യാനുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഡിറ്റർമിനൻസ് കൂടെ നമുക്ക് പറഞ്ഞിട്ട് നിർത്താന്ന് വിചാരിക്കും, കുറച്ചുകൂടെ ഉണ്ട് അല്ലെ. സോ എന്തെല്ലാം ഫാക്ടേഴ്സ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം ഇൻട്രസ്റ്റ് റേറ്റ് ഡിസൈഡ് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് റിയൽ റിസ്ക് ഫ്രീ റേറ്റ്, ഇൻഫ്ലേഷൻ പ്രീമിയം, ഡിഫോൾട്ട് റിസ്ക് പ്രീമിയം, ലിക്വിഡിറ്റി റിസ്ക് പ്രീമിയം, മെച്യൂരിറ്റി റിസ്ക് പ്രീമിയം ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പർട്ടിക്കുലർ ലോൺ. സോ ഫസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ആ ഒരു ടേമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്തെല്ലാം കാര്യങ്ങളാണ്. എന്നാലും വൺ ബൈ വൺ നമുക്ക് നോക്കാം. ഓക്കെ, so first one is about real risk free rate of interest. See, നമ്മള് ആദ്യം മിനിമം റേറ്റ്, അതായത് നമ്മൾ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഡിസൈഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യം നമ്മൾ ഫസ്റ്റ് ഒരു ടോപ്പിക്കിൽ നോക്കി നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, നമുക്ക് കുഴപ്പമില്ല, മിനിമം ഇത്ര എമൗണ്ട് എങ്കിലും കിട്ടിയാൽ നമുക്ക് ആ ഒരു ലോൺ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, നമുക്ക് കാര്യങ്ങളെല്ലാം നടന്നു പോകും എന്നുള്ള ആ ഒരു മിനിമം റേറ്റ് ആണ് ഇവിടെ നമ്മൾ റിസ്ക് ഫ്രീ റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളിപ്പോ ഇപ്പൊ ഷെയറിന്റെ പ്രൈസിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ CAPM മോഡലൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ റിസ്ക് ഫ്രീ അസറ്റ് നിങ്ങൾ എപ്പോഴും കൺസിഡർ ചെയ്യാറുണ്ട്. സോ റിസ്ക് ഫ്രീ റേറ്റ് ആയിട്ട് എപ്പോഴും നിങ്ങൾക്ക് തരുന്ന റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം അല്ല തരാറ്, ട്രഷറി ബില്ലായിരിക്കും തരാറ്. സോ ട്രഷറി ബിൽ ഈസ് കൺസിഡേർഡ് ടു ബി എ റിസ്ക് ഫ്രീ റേറ്റ് ആണ് നമ്മൾ എപ്പോഴും പറയാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ്. സോ ഗവൺമെന്റ് ഒരിക്കലും പറ്റിച്ചിട്ട് പോവില്ല, മിനിമം ആ ഒരു റേറ്റ് നമുക്ക് കിട്ടും എന്ന് ഉറപ്പുള്ള ആ ഒരു സമയം, ആ പ്യുവർ റേറ്റിനെയാണ് നമ്മൾ റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം മിനിമം കിട്ടുന്ന ആ ഒരു എമൗണ്ട് അത് എത്രയാണോ അതിന് നമ്മൾ റിസ്ക് ഫ്രീ റേറ്റ് അല്ലെങ്കിൽ പ്യുവർ റേറ്റ് എന്നാണ് നമ്മൾ പറയാറ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ നോക്കിയത് എന്താണ്, ഇൻഫ്ലേഷൻ പ്രീമിയം. നമ്മൾ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് റിസ്ക് ഫ്രീ റേറ്റ് ഉണ്ടെങ്കിൽ കൂടി നമ്മളുടെ സിറ്റുവേഷനിൽ, നമ്മളുടെ എക്കോണമിയിൽ, കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോൺ കൊടുക്കുകയാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും രണ്ട് സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിലും നമുക്ക് റിട്ടേൺ കിട്ടുന്നത് ഇപ്പോഴായിരിക്കില്ല, ഫ്യൂച്ചറിലായിരിക്കും. സോ ഫ്യൂച്ചറിൽ നമുക്ക് റിട്ടേൺ കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി ദർ ഈസ് എ ഫാക്ടർ കോൾഡ് ടൈം വാല്യൂ ഓഫ് മണി. അപ്പൊ ഇൻഫ്ലേഷൻ ഫാക്ടർ കൂടെ കൺസിഡർ ചെയ്യണം. സോ നമുക്ക് കിട്ടേണ്ട ആക്ച്വൽ റിട്ടേൺ എത്രയാണോ എന്ന് നമ്മൾ നോക്കണം. സോ അത് നമുക്ക് ഇൻഫ്ലേഷൻ ഫാക്ടർ കൂടെ കൺസിഡർ ചെയ്യണം. സോ വെനെവർ വി ആർ ചാർജിങ് ദാറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലേഷൻ റേറ്റ് കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ ഇൻഫ്ലേഷൻ പ്രീമിയത്തിൽ പറയുന്നത്. ഇവിടുത്തെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ഐ വേർ ടു ഏൺ എ 5% റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, എനിക്ക് 5% ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് നമുക്ക് 10% ആണ്. ഇൻ ദ സെയിം ടൈം ഇൻഫ്ലേഷൻ വാസ് 10%. 10% ആണ് അവിടെ ഇൻഫ്ലേഷൻ വരുന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് കിട്ടേണ്ട റിട്ടേൺ അവിടെ എത്രയായിരിക്കും, 15% ആയിരിക്കണം. 15% ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം ആക്ച്വലി നമുക്ക് 5% നമുക്ക് റിട്ടേൺ കിട്ടി എന്ന് പറയാം. നോർമലി പറയാം 5% ആണ് എന്റെ റിട്ടേൺ, 10% ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് 5% അവിടെ ലോസ് ആണ്. സോ നമുക്ക് ആ ഒരു 5% റിയൽ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി എത്ര വരെ കിട്ടണം, 15% കിട്ടിയാൽ 15 - 10, 5% നമുക്ക് റിയൽ ആയിട്ടുള്ള ആക്ച്വൽ റിട്ടേൺ കിട്ടുന്നുള്ളൂ. നമുക്ക് എമൗണ്ട് വൈസ് നോക്കുമ്പോൾ റിട്ടേൺ ഉണ്ടെങ്കിലും നമ്മളുടെ ആ ഒരു ടൈം വാല്യൂ ഫാക്ടർ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടത്തെ റിട്ടേൺ നമ്മൾ ഈ ഇൻഫ്ലേഷൻ ഫാക്ടർ കൂടി കൺസിഡർ ചെയ്യണം. ബിക്കോസ് ഇഫ് ദ ഇൻഫ്ലേഷൻ ഇൻക്രീസസ് നമ്മളുടെ പർച്ചേസിംഗ് പവർ കുറയാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ ഡിഫോൾട്ട് റിസ്ക് പ്രീമിയം. ഡിഫോൾട്ട് വരുത്താനുള്ള സാധ്യത. സി, നമ്മളൊരു സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ സെക്യൂരിറ്റിന്റെ ഫീച്ചർ കൂടെ നമ്മൾ നോക്കണം, റൈറ്റ്? സോ ചില സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ആർക്കാണ് ഇത് കൊടുക്കുന്നത് കൂടെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, ആർക്കാണ് കൊടുക്കുന്നത്. സോ ഇവിടെ ആർക്കാണ് കൊടുക്കുന്നത്, ഈ കൊടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തി അവരുടെ ക്രെഡിറ്റ് വർത്തിനെസ് എത്രത്തോളം ഉണ്ട്.
സോ ഈ ക്രെഡിറ്റ് വർത്തിനെസ് കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഈ റിസ്ക് ഇൻട്രസ്റ്റ് റേറ്റ്. കാരണം ഇപ്പൊ ഗവൺമെന്റ് നേരത്തെ പറഞ്ഞ പോലെ ട്രഷറി ബില്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് നമുക്ക് ഒരു 0% ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ ഗവൺമെന്റ് സൈഡിൽ നിന്നാണ് പറ്റില്ല. അതുപോലെ തന്നെ ഗവൺമെന്റ് അല്ലാതെ കോർപ്പറേറ്റിൽ നിന്നാണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നതെങ്കിലോ അവിടെ ഡിഫോൾട്ട് വരുത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. സോ അവിടുത്തെ ക്രെഡിറ്റ് വർത്തിനെസിന്റെ കൂടെ നമ്മൾ നോക്കണം ഇഷ്യൂ. അതിനാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഒക്കെ പലതും ചെയ്യാറ്. സോ ഇത് അതിനനുസരിച്ചിട്ട് റിസ്ക് കൂടുതലുള്ള ആളുകളാണെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു ഈസ് വി ഹാവ് ടു ചാർജ് ആൻ എക്സ്ട്രാ എമൗണ്ട്, ഒരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ചാർജ് ചെയ്യാറാണ് പതിവ്. ഇൻ കേസ് റിസ്ക് കുറവുള്ള വ്യക്തികളാണെങ്കിൽ ഈ ഡിഫോൾട്ട് റിസ്ക് പ്രീമിയം എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ചാർജ് ഒന്നും ചെയ്യാറില്ല. സോ ഈ ഒരു ഫാക്ടർ കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസൈഡ് ചെയ്യാൻ. ദെൻ നമ്മൾ അടുത്ത് നോക്കേണ്ടത് നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റിയുടെ ലിക്വിഡിറ്റി എത്രത്തോളം ഉണ്ടെന്നാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് അവൈലബിൾ ആണോ, റെഡിലി അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റ് അവൈലബിൾ ആണോ എന്ന് നോക്കണം. കാരണം നമ്മൾക്കിപ്പോ ഇൻ കേസ് ഒരു സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തു പെട്ടെന്ന് തന്നെ അത് ക്യാഷ് ആയിട്ട് മാറ്റണം എന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. നമ്മൾ സാധാരണ രീതിയിൽ തന്നെ ആലോചിച്ചാൽ മതി. ഇപ്പൊ ഒരു ബാങ്കിൽ പോയി സേവിങ്സ് ഡെപ്പോസിറ്റിനും എഫ് ഡി എടുക്കുകയാണെങ്കിലും രണ്ടിനും ഒരേ ഇൻട്രസ്റ്റ് റേറ്റ് ആണോ? അല്ലല്ലോ. സേവിങ്സിനാണോ കൂടുതൽ, എഫ് ഡിക്കാണോ കൂടുതൽ? സേവിങ്സിന് കുറവും എഫ് ഡിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കൂടുതലും തരും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ സേവിങ്സിന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. സോ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കുക എന്ന് പറയുന്നത് വി ആർ ഗെറ്റിംഗ് എ ലിക്വിഡിറ്റി, നമുക്ക് ലിക്വിഡിറ്റി പ്രിഫറൻസ് അവിടെ കിട്ടുകയാണ്. കാരണം പെട്ടെന്ന് തന്നെ ആ ഒരു ഫീച്ചർ കിട്ടുന്നത് കൊണ്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാം, ലെസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്താൽ മതി. അതേസമയം വി ആർ റെഡി ടു വെയിറ്റ്. ഇപ്പൊ ഒരു എഫ് ഡി ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 1 year അല്ലെങ്കിൽ ആഫ്റ്റർ 2 years, ആഫ്റ്റർ 5 years, 10 years, ആ ഒരു കാലഘട്ടം അത്രയും കാലം നമ്മൾ ടേം പീരീഡ് അവിടെ കൂടുകയാണ്. സോ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ലിക്വിഡിറ്റി, കാരണം അത് ആ ഒരു ടേം പീരീഡ് കഴിയുമ്പോഴാണ് നമുക്ക് ഈ എമൗണ്ട് പിൻവലിക്കാൻ പറ്റുക. ഇൻ ബിറ്റ്വീൻ നമുക്ക് ബ്രേക്ക് ഒക്കെ ചെയ്യാം. പക്ഷെ നോർമൽ സിറ്റുവേഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേം പീരീഡ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ ആ ഒരു എക്സ്ട്രാ വെയിറ്റിംഗ് പീരീഡിന് വാട്ട് വി വിൽ ബി ഗെറ്റിംഗ് ഈസ് ലൈക്ക് വി ക്യാൻ എന്താണ്, നമുക്ക് ഒരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് കൂടെ കിട്ടും. അതുപോലെ തന്നെയാണ് ഇപ്പൊ ബോണ്ടുകളൊക്കെ ആണെങ്കിലും ബോണ്ടുകൾക്ക് മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്. ട്രഷറി ബില്ലിനൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ട്രഷറി ബില്ല് 91 days അല്ലെങ്കിൽ ഈവൻ 14 days ട്രഷറി ബില്ലൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ആണ്. 14 days ഒക്കെ മാർക്കറ്റബിൾ ആണ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആണ്. സോ ഇതിന്റെ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ ടേം പീരീഡ് കൂടെ കൺസിഡർ ചെയ്ത്, ടേം പീരീഡ് എന്ന് പറയുന്നതിനേക്കാളും മാർക്കറ്റ് റെഡിലി അവൈലബിൾ ആണോ എന്ന് കൂടി നോക്കണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റി, ഇപ്പൊ ഷെയർസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഷെയർസിന് നമുക്ക് പക്ഷെ ഇൻട്രസ്റ്റ് ഇല്ല, കാരണം അത് ഡിവിഡൻഡ് ആണ്. നമുക്ക് ബോണ്ടുകൾ, ഡിബെഞ്ചറുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ചില ബോണ്ടുകളൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്യാറുണ്ട്. ചിലതെല്ലാം OTC വഴിയാണ് ചെയ്യുമെങ്കിലും കൂടുതലും ഇപ്പോൾ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള കമ്പനികളുടെയൊക്കെ OTC വഴി സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ചെയ്യാറുണ്ട്. സോ അതെല്ലാം റെഡിലി അവൈലബിൾ ആണ്. സോ അവിടെ നമ്മൾ നോക്കേണ്ടത് അവിടെ മാർക്കറ്റിലെ വോള്യം കൂടി നോക്കണം. എത്ര ആളുകൾ ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റി മേടിക്കാൻ തയ്യാറാണോ ഇല്ലയോ എന്നുള്ളത് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. സോ അവിടെ മാർക്കറ്റ് ഉണ്ടോ, നമുക്ക് ഈ പർട്ടിക്കുലർ സെക്യൂരിറ്റി വിൽക്കാനും വാങ്ങാനും ട്രേഡ് ചെയ്യാനും ബൈയിങ്ങും സെല്ലിങ്ങിനും റെഡിലി അവൈലബിൾ ആണോ എന്നുകൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇൻട്രസ്റ്റ് റേറ്റ് ഡിസൈഡ് ചെയ്യാൻ. റെഡിലി അവൈലബിൾ ആണെങ്കിൽ കുഴപ്പമില്ല, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ബി ചാർജിങ് മോർ ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് അഗൈൻ നേരത്തെ ഇപ്പൊ പറഞ്ഞിട്ടുള്ളതാണ് മെച്യൂരിറ്റി പീരീഡിന്റെ കേസ്. ഷോർട്ട് ടേം ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റ് റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതേസമയം ലോങ് ടേം ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. കാരണം ലോങ് ടേമിൽ എന്തും സംഭവിക്കാം, ഫ്യൂച്ചറിൽ എന്താണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇന്നലെ ഞാൻ ഒരാളോടുകൂടി സംസാരിച്ചപ്പോൾ ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല, നമുക്ക് എന്താണ് ബാങ്കുകളൊന്നും നഷ്ടം വരാൻ സാധ്യതയില്ലല്ലോ, ബാങ്കുകളൊന്നും പൊളിയും. പക്ഷേ നമുക്കിപ്പോഴത്തെ നമ്മുടെ റീസെന്റ് ആയിട്ട് അനുഭവങ്ങൾ പറയുന്നത് യെസ് ബാങ്കിന്റെ ഒരു ക്രൈസിസ് ഉണ്ടായി, PMC ബാങ്കിന്റെ ക്രൈസിസ് ഉണ്ടായി. സോ ബാങ്കുകൾക്കും നമുക്കൊരു എന്താ പറയാ നഷ്ടപ്പെടാനുള്ള സാധ്യത ഇല്ല എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഒരുപാട് ബാങ്കുകൾ എടുത്തു നോക്കുകയാണെങ്കിലും പല ബാങ്കുകളും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഡിവിഡൻഡ് പോലും ഇഷ്യൂ ചെയ്യാത്ത ബാങ്കുകളാണ്. കാരണം NPA കൂടുന്നതുകൊണ്ട് പ്രോഫിറ്റ് കറക്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത ബാങ്കുകളുണ്ട്. സോ ബാങ്കുകളും നമുക്ക് റിസ്ക് കുറവാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ ബാങ്കുകൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പൊക്കെ എടുക്കുകയാണെങ്കിൽ ആരെങ്കിലും SBTയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പറയുന്നത് SBT ഒന്നും കുഴപ്പമില്ലല്ലോ, നമ്മുടെ ചുറ്റുമുള്ളതല്ലേ, SBT ഗവൺമെന്റ് സൈഡിൽ നിന്നല്ലേ, SBT ഒന്നും എങ്ങനെ പോകാനാണ്. നമ്മൾ പിന്നെ നോക്കുന്ന സമയത്താണ് സംഭവം എന്താണ്, SBT എല്ലാ അഫിലിയേറ്റ് ബാങ്കുകളും SBI ആയിട്ട് മെർജ് ചെയ്യുന്നു. SBT എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ അവിടെ ഇല്ലാതായി.
സോ ഭാവിയിലും ഇനി ഏതൊക്കെ ബാങ്കുകൾ ഉണ്ടാവും ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഫ്യൂച്ചറിൽ നമ്മൾ കൂടുതലായിട്ടുള്ള ഒരു ടൈം പീരീഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു റിസ്ക് പ്രീമിയം അവിടെ കൂടുതലായിട്ട് വരുന്നുണ്ട്. സോ മെച്യൂരിറ്റി പീരീഡ് കൂടുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യാറാണ് പതിവ്. Then next one is about like special characteristics premium. ഇവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പർട്ടിക്കുലർ ഫീച്ചർ ഓരോ ഇൻസ്ട്രുമെന്റിന് ഉണ്ടാവും. സോ ഫോർ എക്സാമ്പിൾ ലൈക്ക് FCCB എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട്, ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്. സോ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് കൂടെ വരും. കാരണം നമ്മൾ കറൻസി റിസ്ക് എന്ന് പറയുന്ന ഒരു ഡെയിലി എക്സ്ചേഞ്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ അവിടെയും നമുക്ക് ഒരു എക്സ്പോഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. സോ അങ്ങനെ വരുന്ന സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി ദേ വിൽ ബി ചാർജിങ് ആൻ എക്സ്ട്രാ പ്രീമിയം, കാരണം അവിടെ റിസ്ക് കൂടുതലാണ്. അതേ സമയത്തിന് കൺവേർട്ടബിൾ ബോണ്ട് എടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഡിവെഞ്ചർ ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കൺവേർട്ടബിൾ ഡിവെഞ്ചേഴ്സ് ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എന്താണ് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. സോ അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീച്ചർ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, എക്സ്ട്രാ പ്രീമിയം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊടുത്താൽ മതി, കാരണം അതൊരു അഡ്വാൻറ്റേജ് ആണ് അവിടെ കിട്ടുന്നത്. സോ നമ്മൾ ആ ഒരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണോ ആ ഒരു സെക്യൂരിറ്റിന്റെ ഫീച്ചർ, ആ ഫീച്ചറിനനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചാർജ് ചെയ്യുക. ഇപ്പോൾ കൂടുതലായിട്ട് റിസ്ക് കൂടുതലുള്ള സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ബി ചാർജിങ് ഹൈ ഇൻട്രസ്റ്റ്. റിസ്ക് കുറവാണെങ്കിൽ അവിടെ ലോ ഇൻട്രസ്റ്റ് ആണ് ചാർജ് ചെയ്യുക. So these are all the factors to be considered while deciding the interest rate. Normally നമ്മൾ റിസ്ക് ഫ്രീ റേറ്റ് മാത്രമല്ല കൺസിഡർ ചെയ്യേണ്ടത്, ഇത്തരം ഫാക്ടേഴ്സ് കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഡിസൈഡ് ചെയ്യാൻ. ദാറ്റ് ഈസ് ലൈക്ക് ഇൻഫ്ലേഷൻ കൺസിഡർ ചെയ്യണം, ഡിഫോൾട്ട് റിസ്ക് കൺസിഡർ ചെയ്യണം, ലിക്വിഡിറ്റി കൺസിഡർ ചെയ്യണം, മെച്യൂരിറ്റി പീരീഡ് കൺസിഡർ ചെയ്യണം, ആൻഡ് അഗെയിൻ ദ ഫീച്ചേഴ്സ് ഓർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ്. സോ ഇതെല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ. ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇത്ര നേരം നടത്തിയത്. സോ ഫാർ രണ്ട് ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത്. വൺ ഈസ് അബൌട്ട് ദ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, അനദർ വൺ ഈസ് അബൌട്ട് ദ ഇൻട്രസ്റ്റ് റേറ്റ്. സോ ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണെങ്കിൽ കുഴപ്പമില്ല. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്, ലൈക്ക് എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പെട്ടെന്ന് തന്നെ ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ പറഞ്ഞ് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. പറഞ്ഞോളൂ. ഇൻഫ്ലേഷൻ പ്രീമിയം പോയിന്റ് ഒന്ന് പറയൂ സർ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൺസെപ്റ്റ് അറിയാലോ അല്ലെ? കൺസെപ്റ്റ് അതാ, ഇനി അത് മുതൽ പറയണോ? വേണ്ട സർ, ആ പോയിന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഇൻഫ്ലേഷൻ നമ്മളിപ്പോ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യണം, ഡെപ്പോസിറ്റ് ആണെങ്കിലും ശരി അല്ലെങ്കിൽ ലോൺ ആണെങ്കിലും. സോ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയാം. ഓക്കെ, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണെന്ന് വിചാരിക്കാം. ആരാണ് ചോദിച്ചത്? ആരായിക്കോട്ടെ. ഇപ്പൊ ഇന്ന ആള്, ഒരു പേര് ചിലപ്പോ അറിയാവുന്ന ഒരു പേര് പറയാം. ഇപ്പോ അജയ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കാം. ഒരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്ത് നമുക്കൊരു എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാവും അല്ലേ? നമ്മളിപ്പോ നാളെ ഇപ്പോ നിങ്ങളിപ്പോ SIPM പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെ? കാരണം എക്സ്പെക്ടേഷൻ ആണ്. നമ്മൾ ഈ പർട്ടിക്കുലർ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര റിട്ടേൺ കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. സോ ആ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഫ്ലേഷൻ റേറ്റ്, റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്ന സമയത്തും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ആ ഒരു റേറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഡിസൈഡ് ചെയ്യാൻ പോവാം. സോ എത്രയാണ് നമുക്ക് വേണ്ടത്? ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും ഞാൻ കൂടുതലും പറയാമെന്ന് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയാം. എനിക്ക് കിട്ടേണ്ട റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. സോ എനിക്ക് ആക്ച്വലി ഒരു 10% കിട്ടിയാൽ കുഴപ്പമില്ല. ദാറ്റ് ഈസ് മൈ എക്സ്പെക്ടേഷൻ. 10% ആണ് ഞാൻ ആക്ച്വലി പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇൻഫ്ലേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്, കാരണം ഇപ്പോ ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ ഒരു എമൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഞാനൊരു 500 rupees ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്റെ എക്സ്പെക്ടേഷൻ 10% ആണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ, ആനുവൽ റേറ്റ് ആണ് പറയുന്നത്. സോ ഒരു വർഷം കഴിഞ്ഞാൽ എനിക്ക് 500ന്റെ 10% ആയ 50 rupees എനിക്ക് കിട്ടണം. 50 രൂപയാണ് എന്റെ എക്സ്പെക്ടേഷൻ ഒരു വർഷം കഴിഞ്ഞാൽ. സോ നമുക്ക് ഈ 50 രൂപ എന്ന് പറയുന്നത് ഇന്നല്ല കിട്ടുന്നത്, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. സോ ഈ ഇന്ന് കിട്ടുന്ന 50 രൂപയും ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന 50 രൂപയുടെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആണോ?
ആക്ച്വലി ഒരിക്കലും സെയിം അല്ല. ടൈം വാല്യൂ ഓഫ് ഫാക്ടർ നമ്മൾ മണി കൺസിഡർ ചെയ്യണം. അത് ഡിസൈഡ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ആണ് എന്ത്? ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ആ ഒരു കൺസിഡറേഷന്റെ ഇൻഡിക്കേറ്റർ ആണ് ഇൻഫ്ലേഷൻ റേറ്റ്. സോ ഇൻഫ്ലേഷൻ റേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു 5% ആണ് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് വിചാരിക്കുക. സോ ആക്ച്വലി 5% ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് 50 രൂപ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിലും 50 രൂപ എനിക്ക് കിട്ടും, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ 5% ഇൻഫ്ലേഷൻ റേറ്റ് കൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ആ കിട്ടുന്ന 50 രൂപ എന്ന് പറയുന്നത് 5% ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു 25 രൂപയാണ് 5% ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 50 രൂപ എന്ന് പറയുന്ന എമൗണ്ട് ഒരു വർഷം കഴിഞ്ഞ് കിട്ടിയാലും നമുക്ക് ആ ഒരു 25 രൂപയുടെ എഫക്റ്റേ ഉള്ളൂ. ഇന്ന് 50 രൂപ കിട്ടുന്നതും ഒരു വർഷം കഴിഞ്ഞിട്ട് ഇന്ന് 25 രൂപ കിട്ടുന്നതും ഒരു വർഷം കഴിഞ്ഞ് 50 രൂപ കിട്ടുന്നതും ഈക്വൽ ആണെന്നാണ് പറഞ്ഞു വരുന്നത്. സോ യഥാർത്ഥത്തിൽ എനിക്ക് 50 രൂപ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് 75 രൂപ കിട്ടുമ്പോഴാണ് എനിക്ക് എന്ത് വരുന്നത്? 50 രൂപ വരുന്നത്. സോ ഈ 10% എന്ന് പറയുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് പ്ലസ് ഇൻഫ്ലേഷൻ ഫാക്ടർ 5%. സോ 10 + 5 15 എന്ന് പറയുന്ന ഒരു പെർസെന്റേജ് വരുന്ന സമയത്ത് മാത്രമേ എന്റെ ഇൻഫ്ലേഷണറി ഫാക്ടർ അവിടെ കവർ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എമൗണ്ട് കിട്ടും, പക്ഷെ ഈ പറയുന്ന ആക്ച്വൽ ആയിട്ടുള്ള ഒരു റിട്ടേൺ എനിക്ക് കിട്ടുന്നില്ല എന്ന് വരും. അതാണ് ഇൻഫ്ലേഷൻ പ്രീമിയം കൂടി കൺസിഡർ ചെയ്യണം പറയാറ്. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലായി സർ. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഏത് ഫിനാൻസ് ക്ലാസ്സിൽ പോയാലും ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് പണം ഇടരുത്. കാരണം ബാങ്കിൽ പണം ഇടുന്നത് സേവിങ്സ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് അല്ല. ദർ ഈസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. കാരണം നമ്മൾ ബാങ്കിൽ ഇടുന്നത് ചുമ്മാ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്? ഈ ഒരു ഇൻഫ്ലേഷണറി ഫാക്ടർ കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ. എത്രയാണോ ഇപ്പോഴത്തെ കറന്റ് ഇൻഫ്ലേഷൻ റേറ്റ് അതിനേക്കാളും 1%, 2%, 3% എത്രയെങ്കിലും കൂടുതൽ കിട്ടുകയാണെങ്കിൽ അപ്പോഴേ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാവൂ. അല്ലെങ്കിൽ നമ്മൾ ഈ 10 രൂപ ഇട്ടു, ഒരു വർഷം കഴിഞ്ഞിട്ട് അത് 11 രൂപയായി, അല്ലെങ്കിൽ 100 രൂപ ഇട്ടിട്ട് അതൊരു 104 രൂപയായി. 104 രൂപയൊക്കെ ആകുമ്പോൾ 4% ഒക്കെ വരുന്നുള്ളൂ. അതൊക്കെ ആക്ച്വലി നമുക്ക് 4% ഒക്കെയാണ് സേവിങ്സ് അക്കൗണ്ടിൽ വരുന്ന റിട്ടേൺ. അതോ ഇൻഫ്ലേഷൻ റേറ്റും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വൽ റിട്ടേൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇൻഫ്ലേഷൻ ഫാക്ടർ കൂടി, ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സൈഡിൽ പറയുന്നതാണ്. നിങ്ങൾ എപ്പോഴൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കിട്ടുന്ന റിട്ടേൺ ഇൻഫ്ലേഷൻ റേറ്റിനേക്കാളും കൂടുതലാവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആക്ച്വൽ റിട്ടേൺ കിട്ടുന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് പറയാം. ഓക്കെ.